എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി മാമ്പഴ പുളിശ്ശേരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കേട്ടപ്പോൾ തന്നെ വായിൽ വെള്ളം വന്നോ? അപ്പോൾ അടിപൊളി ടേസ്റ്റിലാണ്. നമ്മൾ ഒന്ന് രണ്ട് ടിപ്സൊക്കെ ചേർത്തിട്ടാണ് ഇതിനകത്ത് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി രുചി ഇരട്ടിക്കുന്ന രീതിയിലാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പോൾ നല്ല നാടൻ മാമ്പഴത്തിൻ്റെ സീസണാണ്. അപ്പോൾ എല്ലാവരും വായോ, നമുക്കുണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 5-6 മാമ്പഴം എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ലുലുവിൽ പോയപ്പോൾ മാംഗോ ഫെസ്റ്റ് നടക്കുകയാണ്. അപ്പോൾ ചെറിയ മാമ്പഴം കണ്ടപ്പം പുളിശ്ശേരി ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുത്തിട്ട് വന്നതാണ്. അപ്പോൾ നമുക്കിതൊന്ന് വൃത്തിയാക്കിയിട്ട് നല്ലതായിട്ട് കഴുകിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. ആദ്യം തന്നെ നമ്മളിത് നന്നായിട്ട് കഴുകണം. കഴുകിയതിന് ശേഷം ഇതിൻ്റെ ഈ ഞെട്ട് ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് മാറ്റിയിട്ട് ഈ തോലിങ്ങനെ പൊളിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അറിയാൻ വയ്യാത്തത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ എന്നിട്ടൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു കപ്പ് അല്ലെങ്കിൽ ഒരു 1.5 കപ്പ് നല്ല ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പെട്ടെന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ കൈ വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് തവി കൊണ്ട് ഇളക്കി കൊടുക്കുന്നേ ഉള്ളൂ. എന്നിട്ട് അടച്ച് വെച്ച് നമുക്കൊരു 8 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്കൊരു അരപ്പ് തയ്യാറാക്കി എടുക്കണം. ഒരു 1/4 കപ്പ് തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിലൊരു 4 ചുവന്നുള്ളിയുടെ അല്ലിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു വലിയ പച്ചമുളക് 3ആയിട്ട് കീറിയിട്ടിരിക്കുകയാണ്. അത് വലിയ എരിവൊന്നും ഇല്ലാത്ത മുളകാണ്. പിന്നെ ഒരല്ലി വെളുത്തുള്ളിയും 1/4 ടീസ്പൂൺ ജീരകവും കൂടിയും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ഫൈൻ പേസ്റ്റിൽ അരയ്ക്കേണ്ട ആവശ്യമില്ല. ഒരു ചെറിയ തരിയോട് വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. അപ്പോഴേക്കും നമ്മുടെ മാമ്പഴം ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഇളക്കുന്ന സമയത്ത് നമ്മൾ തവി വെച്ച് നന്നായിട്ട് ആ മാമ്പഴത്തേലൊന്ന് പ്രസ് ചെയ്ത് ഇളക്കുവാണെങ്കിൽ അതിൻ്റെ ജ്യൂസ് കുറച്ചും കൂടി ഒന്ന് നമ്മുടെ ഈ ചാറിലേക്ക് കിട്ടും. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടാണ് ഇപ്പോൾ ഇത് ഞാൻ ഇളക്കി കൊടുക്കുന്നത് കേട്ടോ. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഈ തേങ്ങയുടെ ആ ഒരു പച്ച ചുവക്കെ മാറുന്ന വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കാം. അടച്ചൊന്നും വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തേച്ചാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവ നന്നായിട്ട് ഒരു ബ്ലാക്ക് കളർ വരെ നന്നായിട്ട് വറുത്തിട്ട് പൊടിച്ച് എടുത്ത് വെച്ചിരിക്കുന്ന ഉലുവപ്പൊടിയാണ് കേട്ടോ ഇത്. അതുകൊണ്ടാണ് ഈ ഒരു കളറ്. ഇത് ഉലുവ വറുത്ത് പൊടിച്ചതാണ്. നല്ലതായിട്ട് വറുത്തിട്ട് വേണം ഉലുവ എപ്പോഴും പൊടിക്കാൻ, എന്നാലേ ആ ഒരു നല്ലൊരു മണം നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തത് ശർക്കരയാണ് കേട്ടോ. അപ്പോൾ മാമ്പഴത്തിന് മധുരം ഉണ്ടെങ്കിലും ശർക്കരയും കൂടി ചേർക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. ഒരുപാട് നമ്മൾ ചേർക്കാൻ പാടില്ല, 1 ടീസ്പൂണൊക്കെ ചേർക്കാൻ പാടുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് തിള വന്ന് തുടങ്ങുമ്പോഴത്തേക്ക് ഫ്ലെയിം നല്ല ലോയിലാക്കിയിട്ട് നമുക്കിതിലേക്ക് തൈര് ഉടച്ച് ചേർത്ത് കൊടുക്കാം. നല്ല പുളിയുള്ള തൈര് തന്നെ എടുക്കുക. നമുക്കിവിടെ തൈര് കിട്ടുമ്പോൾ അതിൽ വലിയ പുളി ഉണ്ടാവുകയില്ല. അപ്പം മോരാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ല കട്ടിയായിട്ടുള്ള മോര് ഇവിടെ വാങ്ങാൻ കിട്ടും. അപ്പോൾ അതാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ 1 ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ട് അടച്ച് അങ്ങ് വെക്കുകയാണ്. ഇത് നമ്മൾ തൈര് ചേർക്കുന്നതിന് മുമ്പേ ഫ്ലെയിം ഓഫ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് താളിച്ചൊഴിക്കാം. താളിച്ചൊഴിക്കുമ്പോൾ ഞാൻ വെളിച്ചെണ്ണയൊന്നും ചേർക്കുന്നില്ല, നെയ്യിൽ തന്നെയാണ് കേട്ടോ. അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ 2 ടീസ്പൂൺ നെയ്യാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നന്നായിട്ട് ചൂടായി വന്നപ്പം 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടി വന്നപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ജീരകവും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി നന്നായിട്ടൊന്ന് പൊട്ടി വന്നപ്പോൾ ഒരു 5-6 ചുവന്നുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 3 വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിരുന്നു. പിന്നെ ചേർത്ത പച്ചമുളകിന് വലിയ എരിവൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ 3 വറ്റൽമുളക് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് 1-2 വറ്റൽമുളകായിട്ട് കുറയ്ക്കണോ കൂട്ടണോ ഒക്കെ ചെയ്യാം. അപ്പോൾ അതൊക്കെ സൗകര്യം പോലെ ചെയ്തോളുക. കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ വരെ ഒന്ന് വറുത്തെടുക്കാം. എന്നിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ വെന്തിരിക്കുന്ന മാമ്പഴം നെയ്യൊക്കെ നല്ല അലിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ താളിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അടച്ചു വെക്കാം. ഇനി ഇത് നമ്മൾ വിളമ്പുന്ന സമയത്ത് മാത്രമേ നമ്മളിത് ഇളക്കിയെടുക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. നല്ല മണവും രുചിയുമുള്ള നല്ല അടിപൊളി ഒരു മാമ്പഴ പുളിശ്ശേരിയാണ്. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. എല്ലാവരും സേഫായിട്ടിരിക്കുക. താങ്ക് യു.